ഹലോ, ഗുഡ് മോർണിംഗ് എവരിവൺ. നമ്മളൊന്ന് പാസ്റ്റ് ടെൻസിനെ കുറിച്ച് പ്രാക്ടിക്കൽ യൂസേജ് ഓഫ് പാസ്റ്റ് ടെൻസിനെ കുറിച്ചിട്ടുള്ള ക്ലാസ്സാണ് എടുക്കാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ വളരെ ലളിതമായി ഏറ്റവും സിമ്പിളായി കൺഫ്യൂഷൻസ് ഇല്ലാതെ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുമ്പോൾ പഠിക്കാൻ കഴിയുന്ന ഒരു ഏരിയയാണ് പാസ്റ്റ് ടെൻസ് എന്നുള്ളത്. പരമ്പരാഗത ഇംഗ്ലീഷ് ബോധന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഈ കോഴ്സിൽ പാസ്റ്റ് ടെൻസിനെ സമീപിക്കുന്നത്. സാധാരണ പാസ്റ്റ് സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് പ്രോഗ്രസീവ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നിങ്ങനെയാണ് പാസ്റ്റ് ടെൻസിനെ സമീപിക്കാറ്. പക്ഷെ നമ്മുടെ കോഴ്സിൽ ഒരു വെർബിനെ കുറിച്ചിട്ടുള്ള 5 ഫോം ഉണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആ വെർബിന്റെ ഓരോ രൂപത്തെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനമാണ് നമ്മളിവിടെ നടത്തുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ഫോം എവിടെ ഉപയോഗിക്കണം, രണ്ടാമത്തെ ഫോം എവിടെ ഉപയോഗിക്കണം, മൂന്നാമത്തെ ഫോം എവിടെ ഉപയോഗിക്കണം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതിൽ മൂന്നാമത്തെ ഫോമാണ് പാസ്റ്റ് ടെൻസ്. ഒരു വെർബിന് 5 ഫോമുകളുണ്ട്. ഒന്നാമത്തെ ഫോമിന് നമ്മൾ ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നു, രണ്ടാമത്തേന് പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നു, മൂന്നാമത്തേന് പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നു, നാലാമത്തേന് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നു, അഞ്ചാമത്തേന് പ്രസന്റ് പ്രോഗ്രസീവ് പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നു. ഓക്കെ, എന്നിങ്ങനെയാണ് നമ്മൾ. അപ്പൊ ഈ 5 ഫോമുകൾ എവിടെ എപ്പോൾ എങ്ങനെ ഉപയോഗിക്കാം, അതിൽ വളരെ ലളിതമായ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒന്നാണ് പാസ്റ്റ് ടെൻസ്. ഒരു വെർബിന്റെ മൂന്നാമത്തെ രൂപത്തിനെയാണ് നമ്മൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. പാസ്റ്റ് ടെൻസ് ഏകവചന ബഹുവചന വ്യത്യാസങ്ങളില്ലാതെ നമുക്ക് ഏത് സബ്ജക്റ്റിന് ശേഷം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വെർബാണ്. അത് വളരെ ലളിതമാണ് യഥാർത്ഥത്തിൽ. അതിൽ ചെറിയൊരു പ്രശ്നം നിലനിൽക്കുന്നതിൽ കുറച്ച് വെർബുകൾ ഇറഗുലർ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ആ ഇറഗുലർ വെർബുകൾ അറിയാത്തത് മാത്രമാണ് സ്റ്റുഡൻസിന് കുറച്ച് പ്രശ്നം ഉണ്ടാക്കുന്നത്. അർത്ഥം വളരെ ഋജുവാണ്, ഒരേ ഒരു അർത്ഥമേ ഉള്ളൂ. പിന്നെ ഏകവചന ബഹുവചന പ്രശ്നങ്ങളില്ല. ഇങ്ങനെയൊക്കെയാണ് പാസ്റ്റ് ടെൻസിനെ കുറിച്ചുള്ള ഒരു ആമുഖം എന്ന രീതിയിൽ പറയാൻ. നമുക്ക് നോക്കാം എന്താണ് പാസ്റ്റ് ടെൻസ് എന്നുള്ളത്. പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഒരു വെർബിന്റെ മൂന്നാമത്തെ രൂപത്തിനെയാണ്. അതായത് ഒന്നാമത്തെ രൂപത്തോടു കൂടി ഇ ചേർത്താൽ ലഭിക്കുന്ന രൂപത്തിനെയാണ് പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് പ്ലേ എന്നുള്ളതിന്റെ കൂടെ ഇ ചേർത്ത് കഴിഞ്ഞാൽ പ്ലേഡ് എന്നാവും. ആസ്ക് എന്നുള്ളതിന്റെ കൂടെ ഇ ചേർത്ത് കഴിഞ്ഞാൽ ആസ്ക്ഡ് എന്നാവും. വാച്ച് എന്നുള്ളതിന്റെ കൂടെ ഇ ചേർത്ത് കഴിഞ്ഞാൽ വാച്ച്ഡ് എന്നാവും. ഓക്കെ, ഇത്തരം വെർബുകളെയാണ് നമ്മൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് കൃത്യമായൊരു അർത്ഥമുണ്ട്. ചെയ്തു എന്നർത്ഥം. പ്ലേഡ് ആയി കഴിഞ്ഞാൽ കളിച്ചു എന്നർത്ഥം വരും. ആസ്ക്ഡ് ആയി കഴിഞ്ഞാൽ ചോദിച്ചു എന്നർത്ഥം വരും. വാച്ച്ഡ് ആയി കഴിഞ്ഞാൽ കണ്ടു എന്നർത്ഥം വരും. ഒരു കൺഫ്യൂഷനും ഇവിടെ നമുക്കില്ല. ചെയ്തു എന്ന കൃത്യമായ അർത്ഥം ലഭിക്കും. അതിന് വേറെ സെക്കൻഡറി മീനിങ്ങോ മറ്റു മീനിങ്ങോ ഒന്നുമില്ല. അപ്പോൾ ഇതിന് മുന്നേ ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം എന്നതാണ്. ഐ പ്ലേഡ്, ഞാൻ കളിച്ചു. യു പ്ലേഡ്, നിങ്ങൾ കളിച്ചു. ദേ പ്ലേഡ്, അവർ കളിച്ചു. എന്നിങ്ങനെയാണ് അതിന്റെ അർത്ഥം വരുന്നത്. നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. വാക്ക്, വാക്ക്ഡ്. ടോക്ക്, ടോക്ക്ഡ്. പ്ലേ, പ്ലേഡ്. വാച്ച്, വാച്ച്ഡ്. ക്ലീൻ, ക്ലീൻഡ്. കുക്ക്, കുക്ക്ഡ്. കോൾ, കോൾഡ്. ഓപ്പൻ, ഓപ്പൻഡ്. ക്ലോസ്, ക്ലോസ്ഡ്. വാഷ്, വാഷ്ഡ്. love, loved. Hate, hate. Move, moved. Start, started. Stop, stopped. Wait, waited. Jump, jumped. Dance, danced. Work, worked. Need, needed. Excuse me. ഇങ്ങനെയാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിനു മുന്നേ ഏത് സബ്ജക്ട് ചേർത്താലും ചെയ്തു എന്ന് കൃത്യമായ അർത്ഥം ലഭിക്കും. പക്ഷേ കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ നിലനിർത്താൻ പാകത്തിലുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അതിനാണ് ഇറഗുലർ വെർബ്സ് എന്ന് പറയുന്നത്. ഓക്കെ, റെഗുലർ വെർബ്സ് എന്ന് പറഞ്ഞാൽ വെർബിന്റെ ഒന്നാമത്തെ രൂപത്തോടു കൂടി ഇ ചേർത്താൽ പാസ്റ്റ് ടെൻസ് ലഭിക്കുന്ന വെർബുകളെയാണ് റെഗുലർ വെർബ്സ് എന്ന് പറയുന്നത്. പക്ഷെ എന്നാൽ ചില വെർബുകൾ വളരെ വ്യത്യസ്തമാണ്. ഗോ എന്നുള്ളതിന്റെ വെന്റ് എന്നാണ്, പോയി എന്നർത്ഥം. റൈറ്റ് എന്നുള്ളതിന്റെ റോട്ട് എന്നാണ്, എഴുതി എന്നർത്ഥം. സ്പീക്ക് എന്നുള്ളതിന്റെ സ്പോക്ക് എന്നാണ്, സംസാരിച്ചു എന്നർത്ഥം. ബി എന്നുള്ളതിന്റെ വാസ് ആൻഡ് വേർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആയിരുന്നു എന്നാണ് അർത്ഥം വരുന്നത്. ഇത്തരം വാക്കുകൾ ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് V1, V2, V3 എന്നിങ്ങനെ നമ്മൾ സ്കൂൾ പഠിച്ചതിന്റെ V2 എന്നുള്ള ഫോമാണ് യഥാർത്ഥത്തിൽ ഇവിടെ. പക്ഷെ അങ്ങനെ വളരെ ചുരുക്കി സമഗ്രമല്ലാതെ വെർബിനെ പഠിക്കുമ്പോൾ നമുക്ക് കുറെ കൺഫ്യൂഷൻസ് ഉണ്ടാവാൻ സാധ്യത. അതുകൊണ്ട് നമ്മൾ വെർബിനെ വളരെ സമഗ്രമായി 5 ഫോമുകൾ ആക്കിയിട്ടാണ് നമ്മൾ കോഴ്സിൽ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മൂന്നാമത്തതിന് കൃത്യമായൊരു അർത്ഥമുണ്ട്, ചെയ്തു എന്നുള്ള അർത്ഥം. പക്ഷെ ഈ ഏകദേശം 125 വെർബുകളാണ് ഇങ്ങനെ ഇറഗുലർ ആയിട്ട് വരുന്നത്. പക്ഷെ ക്ലാസ്സിൽ ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക എല്ലാ വെർബുകളും ഇങ്ങനെയാണ് എന്നുള്ളത്. ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതിനൊരു മാർഗ്ഗമില്ല. ഇത് മാത്രമാണ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ഒരു കാര്യം.
ഓക്കെ, ഉദാഹരണത്തിന് നോക്കാം. ഇതാണ് ഇപ്പോൾ അറൈസ് എന്നുള്ളതിൻ്റെ അറോസ് എന്നാണ്, ബി എന്നുള്ളതിൻ്റെ വോസ് ആൻഡ് വേർ എന്ന രണ്ട് പേഴ്സൺസ് ഉണ്ട്. വേർ എന്നുള്ളതിൻ്റെ വോർ എന്നാണ്, ബീച്ച് എന്നുള്ളതിൻ്റെ ബീച്ച് സെയിം സ്പെല്ലിംഗ് തന്നെയാണ്. ബിക്കം എന്നുള്ളതിൻ്റെ ബിക്കെയിം ആണ്, ബിഗിൻ എന്നുള്ളതിൻ്റെ ബിഗാൻ ആണ്, ബെൻറ്റ് എന്നുള്ളതിൻ്റെ ബെഞ്ച് ആണ്. ഡി എന്നുള്ളത് ചി എന്നുള്ളത് അക്ഷരം മാത്രമായിട്ടാണ് മാറുന്നത്. ബെറ്റ് എന്നുള്ളതിൻ്റെ ബെറ്റ് എന്ന് തന്നെയാണ്. ബൈൻഡ് എന്നുള്ളതിൻ്റെ ബൗണ്ട് എന്നാണ്, ബൈറ്റ് എന്നുള്ളതിൻ്റെ ബിറ്റ് എന്നാണ്, ബ്ലീഡ് എന്നുള്ളതിൻ്റെ ബ്ലഡ് എന്നാണ്, ബ്ലോ എന്നുള്ളതിൻ്റെ ബ്ലീഡ്. അങ്ങനെ ഇത്തരം വാക്കുണ്ട്. ഇത് കാണാപാഠം പഠിച്ചേ മതിയാവും. ഇത് മാത്രമാണ് നിങ്ങൾ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ കാണാപാഠമായി പഠിക്കേണ്ടത്. പക്ഷെ ഇതിനെല്ലാം അർത്ഥം എന്ന് ചെയ്തു, അറൈസ്, അറോസ് എന്ന് പറഞ്ഞാൽ കുതിച്ചു എന്നുള്ള അർത്ഥത്തിൽ. എല്ലാത്തിനും പാസ്റ്റ് ടെൻസ് അർത്ഥങ്ങളാണ് വരിക. ചെയ്തു എന്നുള്ളത് ഇതിന്റെ മുന്നേ സബ്ജക്റ്റ് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ലക്ഷക്കണക്കിന് വെർബുകൾ ഉള്ളതിൽ, ആയിരക്കണക്കിന് വെർബുകൾ ഉള്ളതിൽ വളരെ കുറച്ച് മാത്രമാണ്, ഏകദേശം 125ഓളം മാത്രമാണ് ഇറഗുലർ വെർബായിട്ടുള്ളത്. പക്ഷേ ഇത് സ്കൂളുകളിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ഇത് മാത്രം പഠിപ്പിക്കുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ചു പോകും. കാരണം എല്ലാ വെർബുകളും ഇങ്ങനെയാണ്, എല്ലാ വെർബുകളും ഇങ്ങനെയല്ല, എല്ലാ വെർബുകളും യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് പാസ്റ്റ് ടെൻസ് ഉണ്ടാക്കുന്നത്. വാക്ക് ഇ ഡി മാത്രം ചേർത്താൽ മതി. പക്ഷെ ഇവിടെ കുറച്ച് വെർബുകൾ, ഒരു 125ഓളം വെർബുകൾ നമ്മൾ ഈ ക്ലാസ് കഴിയുമ്പോൾ ഞാനിത് എല്ലാവർക്കും മെസ്സേജ് ആയിട്ട് ഇതിന്റെ കംപ്ലീറ്റ് ഫോമുകൾ ഇട്ട് തരും. മാക്സിമം യൂസ് ചെയ്യുന്ന 125ഓളം വെർബുകൾ ലിസ്റ്റ് ഇട്ട് തരും. ഓക്കെ, ഇങ്ങനെയാണ് അപ്പൊ ചെയ്തു എന്നുള്ള അർത്ഥത്തിൽ വരും. അപ്പൊ ഇറഗുലർ വെർബ് എന്നുള്ളത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. 120 ആയിരക്കണക്കിന് വെർബുകൾ, വെറും 125 വെർബുകൾ മാത്രമേ ഇറഗുലർ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ വെർബുകളും റെഗുലർ ആണ്. ഇ ഡി ചേർത്ത് കഴിഞ്ഞാൽ ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. ഓക്കെ, ഇനി അതിന്റെ സെന്റൻസ് സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. ആദ്യം ഒരു അഫർമേറ്റീവ് സെന്റൻസ്, ഒരു പോസിറ്റീവ് സെന്റൻസുകൾ ഉണ്ടാക്കുമ്പോൾ സബ്ജക്റ്റിൽ നമ്മൾ ആദ്യം ചേർക്കുന്നു. ആരാണോ പ്രവർത്തിച്ചത് അവരാദ്യം ചേർക്കുന്നു. അത് കഴിഞ്ഞിട്ട് പാസ്റ്റ് ടെൻസ് വെർബ്, വെർബിന്റെ പാസ്റ്റ് ടെൻസ്, അതായത് മൂന്നാമത്തെ രൂപം നമ്മൾ ഉപയോഗിക്കുന്നു. അതിനുശേഷം ഒബ്ജക്റ്റ്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഉദാഹരണത്തിന് ഷി പ്ലേഡ് സോക്കർ യെസ്റ്റർഡേ, അവൾ ഇന്നലെ പന്ത് കളിച്ചു. ഓക്കെ, അപ്പൊ പ്ലേഡ്, ഓക്കെ, ഇ ഡി ഫോം. ഓക്കെ, അപ്പൊ ചെയ്തു എന്നർത്ഥം. നെഗറ്റീവ് വരുമ്പോൾ സബ്ജക്റ്റ് ശേഷം ഡിഡ് നോട്ട് എന്ന് ചേർക്കും. ഡിഡ് നോട്ട് ചേർത്തതിന് ശേഷം എന്താണ്, ബേസ് ഫോം ആണ് ചേർക്കുന്നത്. ഓക്കെ, ഷി ഡിഡിൻ പ്ലേഡ് എന്ന് പറയില്ല, ഡിഡിന് വന്ന്, കാരണം പാസ്റ്റ് ടെൻസ് ഓൾറെഡി ഇവിടെ വന്നത് കൊണ്ട് പിന്നെ ബേസ് ഫോം, ആദ്യത്തെ ഫോം, ഇൻഫിനിറ്റീവ് ഫോം ആണ് യൂസ് ചെയ്യുന്നത്. ഷി ഡിഡിൻ പ്ലേ സോക്കർ യെസ്റ്റർഡേ, അവർ ഇന്നലെ പന്ത് കളിച്ചില്ല. ചോദ്യം ഉണ്ടാക്കുമ്പോൾ ഈ ഡിഡ് എന്നുള്ളതിന് നമ്മൾ ആദ്യം കൊണ്ടുവരുന്നു. ഡിഡ് പ്ലസ് സബ്ജക്ട് പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർഡ് പ്ലസ് ഒബ്ജക്ട്. എക്സാമ്പിൾ, ഡിഡ് ഷി പ്ലേ സോക്കർ യെസ്റ്റർഡേ, അവൾ ഇന്നലെ പന്ത് കളിച്ചോ. ഓക്കെ, അപ്പോൾ ഷി പ്ലേഡ് കളിച്ചു, ഷി ഡിഡിൻ പ്ലേ കളിച്ചില്ല, ഡിഡ് ഷി പ്ലേ അവൾ കളിച്ചോ. ഓക്കെ, ഈ മൂന്ന് രൂപകളാണ് വരുന്നത്, പ്രത്യേകം മനസ്സിലാക്കണം. ഓക്കെ, ഇനി ഇതിന് ഷോർട്ട് ആൻസേഴ്സ് വരുമ്പോൾ നമ്മൾ എന്താണ് പറയാ, അഫർമേറ്റീവ്, യെസ്, സബ്ജക്ട് പ്ലസ് ഡിഡ്. അപ്പൊ ഡിഡ് യു പ്ലേ ഫുട്ബോൾ, ഡിഡ് ഷി പ്ലേ ഫുട്ബോൾ, യെസ് ഷി ഡിഡ്, അത്ര മാത്രം മതി. ഷി പ്ലേഡ് എന്ന് തന്നെ പറയണമെന്നില്ല. യെസ് ഷി ഡിഡ്, ഷി ഡിഡ് എന്ന് പറഞ്ഞാൽ അവൾ ചെയ്തു എന്നർത്ഥം. നെഗറ്റീവ് ആണെങ്കിൽ നോ പ്ലസ് സബ്ജക്ട് പ്ലസ് ഡിഡിറ്റ്. എക്സാമ്പിൾ, നോ ഷി ഡിഡിന്റ്. ഓക്കെ, അപ്പൊ ഡിഡ് യു പ്ലേ ഫുട്ബോൾ യെസ്റ്റർഡേ, നോ ഐ ഡിഡിന്റ്. ഓക്കെ, ഏതാണോ സബ്ജക്ട് ആ സബ്ജക്റ്റിന് ശേഷം അത് ചേർക്കുക എന്നുള്ളതാണ്. ഇനി ഇതിന്റെ യൂസേജുകൾ നമുക്കൊന്ന് നോക്കാം. ഒന്ന്, കംപ്ലീറ്റഡ് ആക്ഷൻസ് ഇൻ ദ പാസ്റ്റ്. ഓക്കെ, ഒരു ഭൂതകാലം, പാസ്റ്റിൽ കഴിഞ്ഞ കംപ്ലീറ്റഡ് ആയ ഒരു ആക്ഷനെ കുറിക്കാനാണ് ഇത് പറയുന്നത്. ടു ഡിസ്ക്രൈബ് ആക്ഷൻ ദാറ്റ് സ്റ്റാർട്ടഡ് ആൻഡ് എൻഡഡ് ഇൻ ദ പാസ്റ്റ്. ഭൂതകാലത്തിൽ തുടങ്ങിയതും ഭൂതകാലത്തിൽ തന്നെ അവസാനിച്ചതുമായ ഒരു പ്രവൃത്തിയെ കുറിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ, ഐ വിസിറ്റഡ് പാരീസ് ലാസ്റ്റ് സമ്മർ. അപ്പൊ വിസിറ്റഡ്, ഓക്കെ, ഈ വിസിറ്റഡ് എന്ന് പറഞ്ഞാൽ ഇ ഡി, അപ്പൊ പാസ്റ്റ് ടെൻസ് ആയി. ഞാൻ സന്ദർശിച്ചു, ഞാൻ പാരീസ് കഴിഞ്ഞ സമ്മറിൽ സന്ദർശിച്ചു എന്നർത്ഥം വരുന്നു. ഓക്കെ, രണ്ടാമത്തെ യൂസേജ് നോക്കാം. എ സീരീസ് ഓഫ് കംപ്ലീറ്റഡ് ആക്ഷൻ. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സീരീസ് ഓഫ് ആക്ഷനെ കുറിച്ച് പറയാനും നമ്മൾ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. Okay, to list action that happened one after another in the past. ഒന്നിനു ശേഷം തുടർച്ചയായി മറ്റ് ഒരു ആക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് വരുന്ന ആക്ഷനുകളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ നോക്കൂ, ഷി വോക്ക് അപ്പ്, ബ്രഷ്ഡ് ഹെർ ടീത്ത് ആൻഡ് വെന്റ് ടു സ്കൂൾ. അപ്പൊ മൂന്ന് ആക്ഷനാണ്. ഓക്കെ, തുടർച്ചയായി കഴിഞ്ഞ കാലത്ത് നടന്നത്. അവൾ എണീറ്റു, എന്നിട്ട് പല്ല് തേച്ചു, എന്നിട്ട് സ്കൂളിലേക്ക് പോയി. ഓക്കെ, അപ്പൊ വേക്കപ്പ് എന്നുള്ളതിന്റെ വോക്കപ്പ് പാസ്റ്റ് ടെൻസ്. ബ്രഷ്ഡ് എന്ന് സാധാ വെർബാണ്. ബ്രഷ് എന്നുള്ളതിന്റെ ബ്രഷ്ഡ് teeth and go എന്നുള്ളതിന്റെ went. ഓക്കെ, ആ മൂന്നെണ്ണം വളരെ സിമ്പിളായി, ഏറ്റവും ലളിതമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കണക്റ്റഡ് സ്പീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സെന്റൻസ് സ്ട്രക്ചറാണ് പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഷി വോക്ക് അപ്പ്, ബ്രഷ്ഡ് ഹെർ ടീത്ത് ആൻഡ് വെന്റ് ടു സ്കൂൾ, സ്കൂളിലേക്ക് പോയി എന്നർത്ഥം. ഓക്കെ, ഇനി നോക്കാം. അതിന്റെ മൂന്നാമത്തെ യൂസേജ് വരുന്നത് ഡ്യൂറേഷൻ ഇൻ ദ പാസ്റ്റ്. ടു ഡിസ്ക്രൈബ് ആൻ ആക്ഷൻ ദാറ്റ് ലാസ്റ്റഡ് ഫോർ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം ഇൻ ദ പാസ്റ്റ്. അതായത് ഭൂതകാലത്തിൽ ഒരു സ്പെസിഫിക് ടൈം
ഒരു നീണ്ടു നിന്ന ഒരു പ്രവൃത്തിയെ കുറിച്ച് പറയാൻ വേണ്ടി. ഉദാഹരണം, ഹി ലിവ്ഡ് ഇൻ ന്യൂയോർക്ക് ഫോർ 5 years. 5 വർഷത്തോളം അവർ ന്യൂയോർക്കിൽ ജീവിച്ചു. ഓക്കെ, അപ്പോൾ ഹി ലിവ്ഡ്, അവൻ 5 വർഷത്തോളം ന്യൂയോർക്കിൽ ജീവിച്ചു. 5 വർഷത്തോളം, ഫോർ ഫാസ്റ്റ്, അത്രയും നീണ്ട ഒരു കാലയളവിനെ കുറിക്കാനും നാച്ചുറലി നേറ്റീവ് സ്പീക്കേഴ്സിന്റെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അവരതിനെ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നോക്കൂ, ഹാബിറ്റ്സ് ഇൻ ദ പാസ്റ്റ്. ഹാബിറ്റ്സിനെ കുറിച്ച് നമ്മൾ യൂസ് ടു എന്നുള്ളത് സെമി മോഡൽ ഓക്സിലറി വെർബിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചില ടൈം എക്സ്പ്രഷൻ കൊണ്ട് സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് ഹാബിറ്റുകളെ കുറിക്കാൻ വേണ്ടിയിട്ട് നേറ്റീവ് സ്പീക്കേഴ്സ് യൂസ് ചെയ്തു. ടു ടോക്ക് അബൌട്ട് ഹാബിറ്റ്സ് ഓർ റിപ്പീറ്റഡ് ആക്ഷൻസ് ഇൻ ദ പാസ്റ്റ്. എക്സാമ്പിൾ നോക്കാം. വി പ്ലേഡ് ഔട്ട്സൈഡ് എവറി മോർണിംഗ് വെൻ വി വർ കിഡ്സ്. ഞങ്ങൾ കുട്ടികളായിരുന്നപ്പോൾ ഞങ്ങൾ പുറത്ത് കളിച്ചിരുന്നു എന്നർത്ഥം ഇവിടെ വരാം. ഓക്കെ, കാരണം നേറ്റീവ് സ്പീക്കേഴ്സിന്റെ നിത്യ യൂസേജിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യൂസ് ടു എന്നുള്ളതും അല്ലെങ്കിൽ വുഡ് എന്നുള്ളതും മാത്രമല്ല പാസ്റ്റ് ഹാബിറ്റിനെ കുറിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. സിമ്പിൾ പാസ്റ്റ് വിത്ത് ടൈം റിലേറ്റഡ് എക്സ്പ്രഷൻ. ഇവിടെ എവരി ഈവനിങ് വെൻ വി വർ കിഡ്സ് എന്നുള്ള ടൈം റിലേറ്റഡ് എക്സ്പ്രഷൻ ഉള്ളത് കൊണ്ടാണ് ഇവിടെ കളിച്ചിരുന്നു എന്ന് അർത്ഥം വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. അഞ്ചാമത്തത് പാസ്റ്റ് ഫാക്ട്സ് ഓർ ജനറലൈസേഷൻ. ഓക്കെ, കഴിഞ്ഞു പോയ ഫാക്റ്റുകൾ അല്ലെങ്കിൽ ജനറൽ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ. ടു സ്റ്റേറ്റ് തിങ്സ് ദാറ്റ് വർ ട്രൂ ഇൻ ദ പാസ്റ്റ്. കഴിഞ്ഞ കാലത്ത് ശരിയായിരുന്ന യാഥാർത്ഥ്യമായിരുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. പീപ്പിൾ ബിലീവ് ദ എർത്ത് വാസ് ഫ്ലാറ്റ്. ഓക്കെ, ജനങ്ങൾ വിശ്വസിച്ചു ഭൂമി പരന്നതായിരുന്നു എന്ന്. ഓക്കെ, ദ എർത്ത് വാസ്, അപ്പോൾ ബി എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് കൂടെ ഉപയോഗിച്ചു, ബിലീവ് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചു. ഓക്കെ, അപ്പോൾ ആളുകൾ വിശ്വസിച്ചു ഭൂമി പരന്നതായിരുന്നു എന്ന്. അത്തരം ഫാക്റ്റുകളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് അതിന്റെ ഫങ്ഷൻസ്? ഒന്ന്, നെറേഷൻ. ഓക്കെ, നെറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ സ്റ്റോറി ടെല്ലിംഗ് ടു ഡിസ്ക്രൈബ് ഇവന്റ്സ് ആൻഡ് ആക്ഷൻസ്. ഓക്കെ, സംഭവങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ പ്രവർത്തികളെ കുറിച്ചോ ഒരു കഥ ഒക്കെ പറയുമ്പോൾ നമ്മൾ അതിൽ അത്തരം കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. ദ പ്രിൻസ് റെസ്ക്യൂഡ് ദ പ്രിൻസസ് ആൻഡ് ദ ലിവ് ഹാപ്പിലി എവർ ആഫ്റ്റർ. ഓക്കെ, അപ്പൊ രാജകുമാരൻ രാജകുമാരിയെ രക്ഷിച്ചു എന്നിട്ട് സുഖമായി ജീവിച്ചു. അപ്പൊ ഒരു കഥ നരേറ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ വളരെ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമുക്ക് കുറേ കാര്യങ്ങൾ പറയാൻ പറ്റും. ഓക്കെ, അതാണ് അതിൽ ഒന്നാമതായിട്ട് വരുന്ന അതിന്റെ ഫങ്ഷൻസ്. അതിന്റെ രണ്ടാമത്തെ ഫങ്ഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആൻഡ് ക്രിയേറ്റിംഗ് കോണ്ടെക്സ്റ്റ്. ഓക്കെ, ഒരു വസ്തുത പറയുമ്പോൾ അതിന്റെ ആ കോണ്ടെക്സ്റ്റിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രൊവൈഡ്സ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഫോർ ഇവന്റ്സ് ഇൻ ദ പാസ്റ്റ്. ഓക്കെ, കഴിഞ്ഞ കാലത്ത് നടന്ന, ഭൂതകാലത്ത് നടന്ന ഒരു ഇവന്റിന്റെ ഇൻഫർമേഷന്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി. എക്സാമ്പിൾ, ദ സൺ വാസ് സെറ്റിംഗ് ആസ് വി അറൈവ്ഡ് അറ്റ് ദ ബീച്ച്. ഞങ്ങൾ ബീച്ചിലെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കുകയായിരുന്നു. ഓക്കെ, അപ്പൊ ബീച്ചിലെത്തിയപ്പോൾ ആണ് ആ ആക്ഷൻ നടക്കുന്നത്. അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ എന്തുപയോഗിക്കുന്നത്, പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാം. നാലാമത്തെ ഉപയോഗം എന്ന് എക്സ്പ്രസിംഗ് ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻസ്. അത് പ്രത്യേകിച്ച് ഇൻ ഇഫ് ക്ലോസസ് ടു ഡിസ്കസ് അൺറിയൽ ഓർ ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ. യാഥാർത്ഥ്യമല്ലാത്ത അല്ലെങ്കിൽ ഊഹിച്ച് പറയുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാൻ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കും. ഇഫ് ഐ ന്യൂ, ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ, ഐ വുഡ് ഹെൽപ്പ്, ഞാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നേനെ. ഓക്കെ, ഇങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത്. ഇത് ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു മെത്തേഡാണ് ഇംഗ്ലീഷ് പഠിക്കാനുള്ള, അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പഠിക്കാൻ കഴിയുന്ന ഒരു മെത്തേഡാണ് സിമ്പിൾ പാസ്റ്റ് എന്നുള്ളത് നമ്മൾ ചെയ്തു. ഇത് എങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരേണ്ടത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരാൻ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നിത്യം ചെയ്യുന്ന കാര്യങ്ങൾ, രാവിലെ ചെയ്തത് മുതൽ വൈകുന്നേരം ഉറങ്ങുമ്പോൾ ചെയ്തത് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുക. ഓക്കെ, അല്ലെങ്കിൽ ആദ്യം ഡയറി എഴുതുക, ഡയറി ക്ലോസ് ചെയ്ത ശേഷം നമ്മൾ പറയാൻ വേണ്ടി ശ്രമിക്കുക. ഇതിലാകെ വരുന്ന ഒരു പ്രശ്നം വളരെ സിമ്പിളാണ്. ചെയ്ത കാര്യങ്ങൾക്കൊക്കെ ഇ ചേർത്താൽ മതി. ഇപ്പൊ പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കുക, പ്ലേ എന്ന് പറഞ്ഞാൽ കളിച്ചു, ആസ്ക് എന്ന് പറഞ്ഞാൽ ചോദിക്കുക, ആസ്ക് എന്ന് പറഞ്ഞാൽ ചോദിച്ചു. ഇങ്ങനെ വളരെ ലളിതമായി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ അതിലൊരു ചെറിയൊരു പ്രശ്നം ഉള്ളത് എന്താണ്? ഈ വെർബിന് ഇറഗുലർ ഫോംസ് എന്നുള്ളത് അത് ഇ ചേർത്താൽ കിട്ടുന്നതല്ല. സാധാരണ ഇ ചേർത്താൽ മതി. മഹാഭൂരിഭാഗം വെർബുകളും എന്താണ്? ഇ ചേർത്താൽ നിങ്ങൾക്ക് പാസ്റ്റ് ടെൻസ് ലഭിക്കും. പക്ഷെ ഇവിടെ ഗോ എന്നുള്ളതിന്റെ വെന്റ് എന്നാണ്, റൈറ്റ് എന്നുള്ളതിന്റെ റോട്ട് എന്നാണ്, സ്പീക്ക് എന്നുള്ളതിന്റെ സ്പോക്ക് എന്നാണ്, ബി എന്നുള്ളതിന്റെ വോസ് ആൻഡ് വേർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാണ് ഈ ഇറഗുലർ വെർബുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളതിന് ഒരു ക്ലൂ ഇല്ല.
ആ ഒരൊറ്റ കാര്യമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതെല്ലാം ബൈ ഹാർട്ട് ചെയ്യും. ഓക്കെ, ഈ ക്ലാസ് കഴിയുന്നതോടുകൂടി ഞാൻ ഇതിൻ്റെ മൊത്തം നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന മൊത്തം ഇറഗുലർ വർക്കുകൾ ഒരു ലിസ്റ്റ് നമ്മൾ മെസ്സേജിലിടും. ഓക്കെ, അത് കോപ്പി ചെയ്യാം, അത് ബൈ ഹാർട്ട് ചെയ്യാം, ഓരോന്നോരോന്നിട്ട് ബൈ ഹാർട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മുടെ നിത്യജീവിതത്തിൽ അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ഒരു ഒരു കഥയും കൂടെ ഇടാം. ഓക്കെ, ആ കഥ ഒരാൾ രാവിലെ എണീറ്റത് മുതൽ വൈകുന്നേരം കെടുക്കുമ്പോൾ വരെ ചെയ്ത കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആണ്. അതേപോലെ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ നിത്യജീവിതത്തിൽ നിങ്ങൾ ചെയ്ത ഓരോ കാര്യങ്ങളും, ഓരോ ദിവസത്തെ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. അത് എന്നിട്ട് വോയിസ് ക്ലിപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വോയിസിൽ നിങ്ങൾ ഇടണം. അങ്ങനെ ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് അതിൻ്റെ ഫീഡ് നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ല എന്നുള്ളത് അറിയാൻ പറ്റും. കാരണം ഓൺലൈൻ ക്ലാസ്സിന് അതിൻ്റെതായ പരിമിതികളുണ്ട്. ഓക്കെ, ആ പരിമിതികൾ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് അതിനനുസരിച്ച് ലഭിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് കൃത്യമായിട്ട് എനിക്ക് ഫീഡ്ബാക്ക് നൽകുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് ഏറ്റവും ലളിതമായി നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു ഒന്നാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉള്ളത്. അതിലാകെ ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ, ഈ ഇറഗുലർ വെർബ്സ് എന്നുള്ളത്. ഓക്കെ, ഇവിടെ ഗ്രാമറിൽ ഒരു പ്രശ്നവുമില്ല. മറ്റത് നമ്മൾ എവിടെ പഠിക്കുമ്പോഴും ഏകവചന ബഹുവചന പ്രശ്നമില്ല. ഇവിടെ ഏകവചനമായാലും ബഹുവചനമായാലും നിങ്ങൾക്ക് വളരെ ലളിതമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഇത് പ്രാക്ടിക്കൽ യൂസേജിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ അസൈൻമെന്റ് എന്നുള്ളത് ഡെയിലി രാവിലെ എണീറ്റത് മുതൽ വൈകുന്നേരം വരെ കെടുന്നത് വരെയുള്ള, ഉറങ്ങുന്നത് വരെ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ് വോയിസ് ക്ലിപ്പായിട്ട് ഇടുക എന്നുള്ളതാണ്. അപ്പോൾ താങ്ക് യു ഫോർ അറ്റൻഡിങ് മൈ ക്ലാസ്.